എടാ അന്ന് കഴക്കൂട്ടം കിൻഫ്ര പാർക്കിന്റെ അടുത്തൊക്കെ ഒരു പ്രോപ്പർട്ടി വേണമെന്ന് അവൻ ചോദിച്ചിരുന്നു. ഫ്രണ്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പൊ കിൻഫ്രയിൽ നിന്നായാലും അല്ല ടെക്നോ പാർക്കിൽ നിന്നായാലും വളരെ പെട്ടെന്ന് എത്താവുന്ന ലൊക്കേഷനിൽ കാട്ടായിക്കോണം ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒരു 800 മീറ്റർ മാറിയാണ് നമുക്കിത് ഈ കാണുന്ന പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കുള്ളത്. ഇപ്പൊ പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് വരുമ്പോഴത്തേക്കും കാട്ടായിക്കോണം ജംഗ്ഷനിൽ നിന്ന് തന്നെ മടവൂർ പാറ വഴി നമ്മുടെ ചേങ്കോട്ടോണം പോകുന്ന റോഡുണ്ട്. ആ റോഡ് ഒരു 800 മീറ്റർ വരുമ്പോൾ ഇടതുവശത്തായിട്ട് ഇതേ കാണുന്ന റോഡ് ആർച്ച് കണ്ടോ, മേലെ ഉള്ള ശ്രീ മഹാഗണപതി ക്ഷേത്രം എന്ന് പറഞ്ഞൊരു ആർച്ച് കാണാം. അതിന്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്ന വഴി, അതായത് ആ ഒരു മെയിൻ റോഡിൽ നിന്ന് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് കഷ്ടിച്ച് ഒരു 40-50 മീറ്ററേ ഉള്ളൂ. ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഈ കാണുന്ന വീട് നമുക്ക് ഈ പ്രോപ്പർട്ടി വന്നിട്ട് 4.5 സെന്റ് സ്ഥലമാണുള്ളത്. അതിനകത്ത് ഒരു 1800 സ്ക്വയർ ഫീറ്റിന് മേളിലേക്ക് വരുന്നൊരു വീടാണ്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള 5 ബെഡ്റൂം വീടാണ് കേട്ടോ. നല്ല പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അന്തരീക്ഷമാണ്. നല്ല രസമായിട്ടുള്ള ഒരു ഇങ്ങനെ ഉയർന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ നല്ല കാറ്റും വെളിച്ചം എല്ലാം കിട്ടും. അതുപോലെ തന്നെ ഇവിടെ നല്ല വീടുകൾ, പുതിയ വീടുകൾ വന്നോണ്ടിരിക്കുക. അങ്ങനെയുള്ള ഒരു ലൊക്കേഷനിൽ പൂർണ്ണമായിട്ട് ഇഷ്ടികയിൽ നിർമ്മിച്ച വീടാണ് കേട്ടോ. അതുപോലെ തടിപ്പണികളും മുൻവശത്തൊക്കെ പ്ലാവും, അകത്തേക്കെല്ലാം ആഞ്ഞലി. നമുക്ക് ഈ മുൻവശത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കാർ പാർക്കിംഗ് ഉണ്ട്. ഇപ്പോൾ ഒരു വണ്ടി പാർക്ക് ചെയ്താലും ഇനി നമുക്കൊരു ബൈക്കൊക്കെ വയ്ക്കണമെന്നുണ്ടെങ്കിൽ കവേർഡിൽ തന്നെ വെക്കാൻ സാധിക്കും. ഇനി അല്ലാണ്ട് ഒരു വണ്ടിയും കൂടെ സുഖമായിട്ട് നിൽക്കും. ആ രീതിയിലാണ് മുൻവശം ഒരുക്കിയിട്ടുള്ളത്. നമുക്ക് അത്യാവശ്യം നല്ലൊരു വരാന്ത സ്പേസ് ഉണ്ട്. ഇതുപോലെ മുൻവശത്തുള്ള വാതിലൊക്കെ ചെയ്തിട്ടുള്ളത് പ്ലാവിൻ്റെ അടിയിലാണ്. ഇത് കയറി വരുമ്പോൾ നമ്മുടെ ലിവിംഗ് കം ഡൈനിങ് സ്പേസ് ആണ്. ഈ ഭാഗത്തായിട്ട് TV യൂണിറ്റ് സജ്ജീകരിക്കാം. ഇവിടെ ആയിട്ട് ഡൈനിങ് ഒരുക്കാൻ പറ്റും. ഇത് നമ്മുടെ കിച്ചണാണ്. കിച്ചണിലേക്ക് നോക്കിയേ, ഫുള്ളായിട്ട് സ്ലാബ് ചെയ്തിട്ട് അടിയിലേക്ക് ഇതുപോലെ ഇങ്ങനെ അടച്ചിട്ട് എടുത്തിട്ടുണ്ട്. മേളിലേക്ക് എല്ലാം തന്നെ ഇവിടെ സ്ലാബ് ചെയ്തിട്ടുണ്ട്. സ്ലാബിന്റെ മേളിലേക്കാണ് നമുക്ക് ഇതുപോലെ അടച്ചിട്ടിട്ടുള്ളത്. ഇപ്പൊ ബാക്ക് യാർഡിലേക്ക് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു അടുക്കളത്തോട്ടമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്ത് ചെയ്തെടുക്കാം. അതിനുള്ള സൗകര്യവും പ്രോപ്പർട്ടിക്കുണ്ട്. നമുക്ക് ഈ പ്രോപ്പർട്ടിയിൽ എടുത്തു പറയേണ്ട കാര്യം, ഗ്രൗണ്ട് ഫ്ലോറിൽ 3 ബെഡ്റൂം ഉണ്ട്. അങ്ങനെ വെച്ചാൽ ഇത് ബെഡ്റൂം ആയിട്ടോ നമുക്കൊരു ഓഫീസ് സ്പേസ് ആയിട്ടോ ഈ ഒരു റൂം ഉപയോഗപ്പെടുത്താം. അത് രണ്ടും വന്നിട്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള 2 ബെഡ്റൂംസ് ഇങ്ങനെ 2 വശത്തായിട്ട് വരും. ഇത് ആദ്യത്തെ റൂമാണ്. ഇപ്പൊ ഈ ബാത്റൂമിനകത്തുള്ള ഫിറ്റിംഗ്സ് എല്ലാം വരുന്നത് സെറയുടെ ഫിറ്റിംഗ്സ് ആണ് വരുന്നത് കേട്ടോ. ഇപ്പൊ ഈ വാഷ് ബേസിനായാലും കമോഡായാലും എല്ലാം തന്നെ സെറയുടെ ഫിറ്റിംഗ്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇവിടെ നിന്ന് തന്നെ നമ്മുടെ അടുത്ത റൂമിലേക്ക് എൻട്രി വരും. ഇതും ബാത്റൂമിനകത്തുള്ള ഫിറ്റിംഗ്സ് എല്ലാം സെയിം ആണ്. പക്ഷേ ഇതിൽ വന്നിട്ട് വാൾ മൗണ്ടഡ് ആയിട്ടുള്ള ക്ലോസറ്റാണ് വെച്ചിട്ടുള്ളത്. അതുപോലെ ഗ്രോഹയുടെ ഫ്ലഷ് യൂണിറ്റ് ആണ് വെച്ചിട്ടുള്ളത്. നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി വരുമ്പോഴേ ലൈറ്റുകൾ നോക്കിയാൽ നല്ല രസമല്ലേ. ഒത്തിരിയധികം ദൂരമുള്ള അലങ്കാര ലൈറ്റുകൾ അവിടെ ഇവിടെ ആയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. മേളിൽ കയറി വരുമ്പോൾ ഇതുപോലൊരു കോമൺ സ്പേസ് കിട്ടും. ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്രൈവറ്റ് ലിവിംഗ് ഏരിയ ആക്കി ഇവിടെ ഒരു TV വേണമെങ്കിലും വെക്കാനുള്ള സൗകര്യമുണ്ട്. താഴത്തെ നില കണ്ടതുപോലെ തന്നെ 2 ബെഡ്റൂം, 2ഉം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. അതെ, അതായത് മേളത്തെ 2 വന്നിട്ട് അറ്റാച്ച്ഡ് ബാത്റൂം ഉള്ളതാണ്. ടോട്ടൽ 5 ബെഡ്റൂമിൽ 4 അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. ഇപ്പോൾ ഒന്നാണെങ്കിൽ നമുക്കൊരു കിഡ്സ് റൂം ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഓഫീസ് സ്പേസ് ആയിട്ടോ ഒക്കെ ഉപയോഗിക്കാൻ സാധിക്കും കേട്ടോ. ഇതിനകത്തെല്ലാം ഫിറ്റിംഗ്സ് എല്ലാം വരുന്നത് സെറയുടെ ഫിറ്റിംഗ്സ് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നമുക്കതുപോലെ പിൻവശത്തേക്ക് ഇതുപോലെ നല്ലൊരു ഓപ്പൺ സ്പേസ് വരുന്നുണ്ട്. ടെറസിലേക്ക് പോകുന്ന വഴിയാണ്. ഇവിടെ നമുക്ക് വാഷിംഗ് മെഷീനൊക്കെ വെക്കാനുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട്. ഇത് നോക്കി, ഇതിങ്ങനെ ഒരു ഷെയ്ഡ് പോലെ നിൽക്കുന്നുണ്ട്. അതിന്റെ അടിയിൽ മഴ നനയാണ്ട് സുഖമായിട്ട് വെക്കാൻ പറ്റും. ഇവിടെ നമ്മുടെ ടെറസിലേക്ക് എൻട്രി വരും. മുൻവശത്തേക്ക് നല്ലൊരു ബാൽക്കണി സ്പേസ് ഉണ്ട്. കാണിച്ചു തരാം. അതാണ് ഹൈലൈറ്റ് കേട്ടോ ഈ വീടിന്റെ. എന്നു വെച്ചാൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഉള്ളൊരു ദൃശ്യമാണ്. നല്ല രസം. എങ്ങനെയുണ്ട്? നമ്മൾ ശരിക്കും ഒരു കുന്നുംപുറമാണ്. നമുക്ക് എങ്ങനെയാ വെച്ചാൽ ഈ പ്രോപ്പർട്ടിയിലേക്ക് വരുമ്പോൾ ഇങ്ങനെ കുന്നുംപുറമാണെന്ന് തോന്നത്തില്ല. റോഡിൽ നിന്ന് ജസ്റ്റ് ഇങ്ങനെ കയറാവുന്ന രീതിയിലുള്ള പ്രോപ്പർട്ടി. ഇപ്പൊ ടെക്നോ പാർക്കിൽ നിന്നൊക്കെ നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്ക് നമുക്ക് വളരെ പെട്ടെന്ന് എത്താം. എങ്ങനെയാ വെച്ചാൽ കാട്ടായിക്കോണം ജംഗ്ഷൻ എത്താം. അവിടെ നിന്ന് ഒരു 2 മിനിറ്റ് ഡ്രൈവിൽ നമ്മുടെ പ്രോപ്പർട്ടിയിൽ എത്തിച്ചേരാം. അതുപോലെ കിൻഫ്ര ആണെന്നുണ്ടെങ്കിൽ ഇവിടെ തൊട്ടടുത്താണ്. ഇപ്പൊ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ചന്തവള വരേക്കും ശരിക്കും പറഞ്ഞാൽ പ്രോപ്പർട്ടീസ് ഒന്നും കിട്ടാനില്ല. ഇപ്പൊ ഈ കഴക്കൂട്ടം കിംസിന്റെ അവിടെയൊക്കെ ഫില്ലായപ്പോൾ അടുത്തൊരു ഡെവലപ്മെന്റ് നടന്നത് ചന്തവളയിലോട്ടാണ്. ഇപ്പൊ അവിടെയും ഫില്ലായപ്പോൾ എല്ലാവരും പോത്തങ്കോട് സൈഡിലേക്ക് പോയി. ഇപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടങ്ങളിലൊക്കെ ഇപ്പൊ ലാൻഡിനൊക്കെ ശരിക്കും പറഞ്ഞാൽ ഷോർട്ടേജ് ആണ്. ഇപ്പൊ നമുക്കിനി അടുത്തൊരു സമയത്ത് അപ്പാർട്ട്മെന്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതൊരു നല്ല സംഭവമാണ്. പക്ഷെ അതിനേക്കാളും ലാൻഡിൽ ഇൻവെസ്റ്റ് ചെയ്തുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്ത് ലാൻഡിന് വരും ദിവസങ്ങളിൽ കിട്ടാക്കനിയാവും. ഇപ്പൊ ഈ മുംബൈയിലൊക്കെ പോകുമ്പോഴത്തേക്ക് ഇപ്പൊ നമുക്ക് ലാൻഡൊക്കെ സ്ക്വയർ ഫീറ്റ് റേറ്റിനാണ് അളന്നു മുറിച്ച് കോടിക്കണക്കിന് രൂപയാണ് അവിടെ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ അവിടെ ഒരു ജുഹൂലൊക്കെ ചെന്ന് നമുക്കിപ്പോൾ ഒരു ഫ്ലാറ്റ് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഒരു 1200 സ്ക്വയർ ഫീറ്റിന്റെ ഫ്ലാറ്റിന് 7 കോടി രൂപ പ്രൈസ് വരുന്നത്. അപ്പൊ അതുപോലെയാവും ഇവിടെ സ്ഥലവില. അപ്പൊ നമ്മളിങ്ങനെ ഒരു സ്ഥലത്തിൽ നമുക്കൊരു വീട് കിട്ടുമ്പോഴത്തേക്കും മിസ്സാക്കണ്ട. ഉദ്ദേശിക്കുന്ന വില 82 ലക്ഷം രൂപയാണ്. ഇഷ്ടികയിൽ നിർമ്മിച്ച വീടാണ്. താല്പര്യമുള്ളവർ നേരിട്ട് ഉടമയെ വിളിച്ച് ഡീലാക്കുക.